ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ വീഡിയോ ഇൻറ്ററാക്റ്റീവ്. അപ്പോൾ ഇതിലെ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് ഡിസ്കഷൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് മറ്റുള്ളതിൽ കേട്ട കുറേ ടേംസും അതുപോലൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് ചെറിയ ചെറിയ ചേഞ്ചസ്, അതിൻ്റെ ഡീലിങ്ങിൽ വരുന്ന ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡിസ്കഷൻ എന്നതിലുപരി പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിജിറ്റൽ വീഡിയോ ഇൻറ്ററാക്റ്റീവ്. It is a technology that includes coding algorithms. The fundamental components are a VLSI chipset for the video subsystem, a well-specified data format for audio and video files, an application user interface to the audio-visual kernel, compression as well as decompression algorithms. DVI can process data, text, graphics, still images, video and audio. The essential characteristic was the asymmetric technique of video compression and decompression known as presentation level video. At the time of development, the major goal was to compress video and audio at the data rate appropriate for a CD and to decompress it in real time. Now we are looking into the points related to audio and still image encoding. Audio signals are digitized using 16 bits per samples and are using either PCM or ADPCM encodings. As we all know, PCM means pulse code modulation and ADPCM means adaptive differential pulse code modulation. When encoding still images, different video input formats can be used. This can be composite as well as component video signals like RGB. For image preparation, DVI assumes an internal digital YUV format, that is, any video input signal must first be transformed into this format. The color of each pixel is split into a luminance component Y and the two chrominance U and V. The luminance represent a grayscale image. Starting with an RGB signal, DVI computes the YUV signal using the following relationship: Y equal to 30% of red, 59% green and 11% blue. U equal to B minus Y and V equal to R minus Y. DVI always combines all chrominance component of 4x4 pixel blocks into a single value. The chrominance component of the top left pixel of such a block is used as the reference value for the 16 pixels. ഇപ്പോൾ 4x4 പിക്സൽ ബ്ലോക്സിൻ്റെ ഒരു ക്രോമിനൻസ് കോമ്പോണൻറ്റിനെ ഒരു സിംഗിൾ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ക്രോമിനൻസ് കോമ്പോണൻറ്റ് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് പിക്സലിലുള്ള ക്രോമിനൻസ് കോമ്പോണൻറ്റിന് ഈ പറയുന്ന 4x4 ബ്ലോക്കിലെ കംപ്ലീറ്റ് 16 പിക്സൽസിൻ്റെയും ഒരു റെഫറൻസ് വാല്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഈ 4x4 പിക്സൽ ബ്ലോക്കിനെ കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് ലൂമിനൻസ് കോമ്പോണൻറ്റ് ഒരു 8x8 സാമ്പിളിംഗ് സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയാണ് ഒരു കോമ്പിനേഷൻ ഓഫ് കളറായിട്ട് ഡിജിറ്റൈസ് ചെയ്യുന്നത്. ഈ 4x4 പിക്സൽസിൻ്റെ ബ്ലോക്കിന് ക്രോമിനൻസ് കോമ്പോണൻറ്റിൻ്റെ ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയി ലൂമിനൻസ് കോമ്പോണൻറ്റിൻ്റെ ഒരു ബ്ലോക്ക് 8x8 പിക്സൽസിൻ്റെ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 8x8 പിക്സലാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ Y കോമ്പോണൻറ്റിന് റെസൊല്യൂഷൻ കൂടുതലാണ്. Therefore, each pixel has an 8-bit value for the luminance Y and for 16 related pixels a single 8-bit chrominance value U and another 8-bit defining the value for V. The result is a 9-bit YUV format. അതായത് ഓരോ പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് Y കോമ്പോണൻറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു 8-bit വാല്യൂ ഉണ്ടായിരിക്കുമ്പോൾ 16 അഡ്ജസൻറ്റ് പിക്സൽസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് U കോമ്പോണൻറ്റിന് ഒരു സിംഗിൾ റെഫറൻസ് വാല്യൂ ഉള്ളൂ. അതുപോലെ തന്നെ V കോമ്പോണൻറ്റിനും നെക്സ്റ്റ് ഒരു സിംഗിൾ റെഫറൻസ് വാല്യൂ, ഒരു 8-bit വാല്യൂവും, ഇവിടെ ഒരു U കോമ്പോണൻറ്റിന് ഒരു 8-bit വാല്യൂവും, രണ്ടും കൂടെ നമുക്കൊരു 16 കോമ്പോണൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് UV കോമ്പോണൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടൊരു 16 ബിറ്റ് വാല്യൂ മാത്രമാണ് വരുന്നത്. അതേസമയം ഇവിടെ ഓരോന്നിനും സെപ്പറേറ്റ് 8-bit വരുന്നുണ്ട്.
ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പിക്സലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു 9 ബിറ്റ് മതി എന്നുള്ള രീതിയിലേക്ക് അത് എത്തുന്നു, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതാണ് 9 ബിറ്റ് YUV ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. DVI is able to process image in the 16-bit YUV format and the 24-bit YUV format. The 24-bit format uses 8 bits for each components. The 16-bit YUV format codes Y component of each pixel with 6 bits and the color difference component with 5 bits each. Two different bitmap formats are available, planar and packed. In planar, all data of the Y component are stored first, followed by all U component values, then all V component values. For example, 9 or 24-bit YUV format. In packed, the YUV information of each pixel is stored together, followed by the data of the next pixel. 16-bit YUV format is an example. Next, we can see the specialities of video encoding. DVI distinguishes two techniques with different resolutions and dissimilar goals. The first one is presentation level video. It's characterized by its better quality. This is achieved at the expense of a very time-consuming asymmetric compression performed by specialized compression facilities. PLV is suitable for application distributed on CD-ROMs. And the next technique is real-time video, RTV. It is symmetric compression technique that works with hardware and software and can be performed in real time. It is symmetric, note that it is lossless, and is suitable for hardware and software and can be performed in real time. That is, it can be implemented using some hardware and also implemented as a software. RTV is most often used for interactive communication. The image preparation phase of RTV distinguishes 3 components of an image, in which all pixels are coded with 8 bits each. For example, the 24-bit YUV format, which we have seen earlier. RTV image processing distinguishes between interframe coding and intra-frame coding. Intra-frame coding based on individual images, the difference between the value of each pixel and the adjacent pixel above is calculated. This calculation is performed for all components and it results in many zero values, which is excellent for the consecutive entropy coding steps. Next, interframe coding determines the difference between the values of a pixel in the current image and the values of the pixel located at the same place in the preceding image. This is performed for all 3 components. A quantization is not necessary because of the simple substitution operation mentioned above. The entropy encoding is based on a linear data stream. Sequences of existing 0 bytes are compressed using run length coding. All other bytes are compressed using a 2-dimensional vector encoding technique. An index into one of the 8 available table is determined that corresponds to 2 adjacent pixels to be compressed. Run length coding നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്, എങ്ങനെയാണ് 0 ബൈറ്റ്സിനെ കോഡ് ചെയ്യുന്നതെന്ന്. Second method used for compression is vector encoding technique. ഇതിലൊരു 8 ടേബിൾസ് അവൈലബിൾ ആയിരിക്കും. കംപ്രഷൻ പെർഫോം ചെയ്യാനായിട്ട് ഈ 8 ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നെക്സ്റ്റ് 2 അഡ്ജസൻറ്റ് പിക്സൽസിനെ കംപ്രസ് ചെയ്യാനായിട്ട് ഏത് ടേബിൾ വാല്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയാനായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് അതിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നത്. The different components of an image are typically encoded using different tables. In the last step, the run length encoded values and the indices previously determined are transformed according to another table and subsequently Hoffman encoded. Then next we are talking about the data stream in DVI. Besides the actual compression technique, DVI defines a data stream. In addition to the actual image data, the following information is included: version label, information on the choice of interframe or intraframe coding, height and width of the image, information on which of the 8 table must be used for the 2-dimensional vector encoding of this image, Hoffman tables,
Information in half resolution in vertical or horizontal dimension is used. Additionally, PCM or ADPCM encoded audio data are included in the stream. ഇത്രയാണ് DVI ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.